അരിത്തമെറ്റിക് സീക്വൻസസ്. സോ നമ്മുടെ ചുറ്റുപാടും നമുക്ക് ഒരുപാട് അരിത്തമെറ്റിക് സീക്വൻസസ് നമ്പേഴ്സിന്റെ ഫോമിലായാലും അതുപോലെ തന്നെ പല പാറ്റേൺസിലായാലും നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മൾ കാണാൻ പറ്റും അല്ലേ. സോ അതുപോലെ ഒരു സീക്വൻസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഫിഗറിൽ. ഒരു പിസ്സ, ആ പിസ്സയിൽ 8 പീസ് ഉണ്ടായിരുന്നു ആദ്യം. ആ 8 പീസ് പിന്നീട് എന്തായി, ഒരെണ്ണം എടുത്തപ്പോൾ 7 ആയി, പിന്നീട് ഒരെണ്ണം എടുത്തു 6 ആയി, പിന്നെ എടുത്തു എത്രയായി 5 ആയി, പിന്നെ 4 ആയി, പകുതിയായി, 3, 2, അവസാനത്തെ ഒരു പീസ് കിട്ടുന്ന ആൾ ആരാണോ അയാളുടെ കൂടി ആ പിസ്സ അങ്ങ് തീരുന്നു അല്ലേ. ഇവിടെ ഒരു പാറ്റേൺ ഉണ്ടതായിട്ട് നമുക്ക് കാണാം. അതായത് 8 പീസ് ഉണ്ടായിരുന്നത് 7ഉം 6ഉം പിന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഒരു ചെറിയ പാറ്റേൺ, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മൾ അവിടെ കണ്ടത്. സോ ഇങ്ങനെയുള്ള ഒരുപാട് പാറ്റേണുകൾ നമ്മുടെ ചുറ്റുപാടും പല രീതിയിലും നമ്മൾ എഴുതുന്ന സമയത്തായാലും നമ്മൾ വരയ്ക്കുന്ന ഫിഗറുകളിലായാലും പാറ്റേൺസ് നമുക്ക് ഒരുപാട് ശ്രദ്ധിച്ച് കാണാൻ സാധിക്കാൻ പറ്റും. ഓക്കെ, സോ മൾട്ടിപ്പിൾസ് ഓഫ് 5 എടുക്കുമ്പോൾ അവിടുത്തെ 5, അതുപോലെ 10, പിന്നെ 15, പിന്നെ 20, ഇതെല്ലാം 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഓഡ് നമ്പേഴ്സ് വരുമ്പോൾ 1, 3, 5, 7, 9, ഇതെല്ലാം ഓഡ് നമ്പേഴ്സിൽ വരുന്നതാണ്. മൾട്ടിപ്പിൾസ് ഓഫ് 2 ആണെങ്കിലോ 2, 4, 6, 8, 10, ഇതെല്ലാം 2ന്റെ മൾട്ടിപ്പിൾസുമാണ്. അപ്പോൾ ഇങ്ങനെ 5ന്റെയും ഓഡ് നമ്പേഴ്സും 2ന്റെയും മൾട്ടിപ്പിൾസ് ആയിട്ട് നമുക്ക് പല രീതിയിൽ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അരിത്തമെറ്റിക് സീക്വൻസ് എന്താണ്? The list of numbers where each number is denoted by adding or subtracting a fixed number to the previous number. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു നമ്പേഴ്സിന്റെ ലിസ്റ്റ് ആയിരിക്കും, ആ ലിസ്റ്റിനകത്ത് എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു നമ്പർ എപ്പോഴും ഒന്നുകിൽ ആഡ് ചെയ്യും അല്ലെങ്കിൽ അത് സബ്ട്രാക്ട് ചെയ്യും. എവിടെ നിന്ന്? തൊട്ട് മുന്നേ ഉള്ള നമ്പറിൽ നിന്ന്. ഓക്കെ, ആൻഡ് ദിസ് ഫിക്സഡ് നമ്പർ ഈസ് ഓൾവേസ് കോൾഡ് ആസ് ദ കോമൺ ഡിഫറൻസ്, ആൻഡ് ഈച്ച് നമ്പർ ഇൻ ദ അരിത്തമെറ്റിക് സീക്വൻസ് is called as what? The term of the arithmetic sequence. Clear? ഇപ്പൊ നമ്മൾ മൾട്ടിപ്പിൾസ് ഓഫ് 5 എടുത്ത് നോക്കുമ്പോൾ 5, 10, 15, 20 എന്നിങ്ങനെയാണ് കാണുന്നത്. അപ്പൊ ഇവിടത്തെ നമ്മൾ നോക്കുമ്പോൾ 10 5ൽ നിന്ന് എന്താ സംഭവിച്ചത്? 5 + 5 ആണ്. 15 എന്താ സംഭവിച്ചത്? 10 + 5 ആണ്. 20 എന്ന് പറയുന്നതോ 15 + 5 ആണ്. അപ്പൊ ഇങ്ങനെ 5 ആഡ് ചെയ്ത് കൂടുന്നതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ ഏത് നമ്പറാണ് ഇവിടെ എപ്പോഴും ആഡ് ആയിക്കൊണ്ടിരിക്കുന്നത്? 5 എന്ന് പറയുന്ന നമ്പറാണ് അല്ലെ. ആ 5 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്ത് പേരിലും വിളിക്കാം? വി ക്യാൻ ഓൾസോ കോൾ ഇറ്റ് ബൈ ദ നെയിം കോമൺ ഡിഫറൻസ്. അതിന് എന്ത് പേരിലും വിളിക്കാം? കോമൺ ഡിഫറൻസ് എന്നുള്ള പേരിലും നമുക്കതിനെ പറയാൻ സാധിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ബൈ ദ നെയിം കോമൺ ഡിഫറൻസ്. ഇനി അവിടുത്തെ ഓരോന്നും ഓരോ നമ്പറിനെയും എന്ത് വിളിക്കുന്നു? നമ്മൾ ടേം എന്ന് വിളിക്കുന്നു. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. 5 ഒരു ടേം ആണ്, 10ഉം 15ഉം 20ഉം എല്ലാം ഓരോരോ ടേമുകളാണ്. ക്ലിയർ? നൗ നെക്സ്റ്റ് കംസ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസിലെ സക്സസീവ് ടേം എന്ന് പറയുന്നത്, വരുന്ന ടേം എന്ന് പറയുന്നത് പ്രിസീഡിംഗ് ടേം, മുന്നേയുള്ള ടേമിന് കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? സക്സസീവ് ടേമിൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു? പ്രിസീഡിംഗ് ടേം കുറയ്ക്കുന്നു. ഈ രീതിയിൽ നമുക്ക് അതിനെ ഫോർമുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാനിവിടെ ഒരെണ്ണം എഴുതി 3, 7, 11 എന്ന് എഴുതിയ, അല്ലെങ്കിൽ ഒരെണ്ണം കൂടെ എഴുതി 15 എന്ന് എഴുതിയാൽ അടുത്തത് എങ്ങനെ കണ്ടുപിടിക്കും? അടുത്ത അല്ലെങ്കിൽ അടുത്ത വരുന്ന സക്സസീവ് ടേം എങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമുക്കറിയാം 3ൽ നിന്ന് എത്ര കൂട്ടിയാലാ 7 കിട്ടുന്നത്? 4. 7ൽ നിന്ന് 4 കൂട്ടിയാൽ 11, 11ൽ നിന്ന് 4 കൂട്ടിയാൽ 15. സോ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ 15ന് ശേഷമുള്ള ടേം എന്ന് പറയുമ്പോൾ അത് കണ്ടുപിടിക്കാൻ 15 + 4 എത്ര ചെയ്യുന്നു? കിട്ടുന്നു 19. ക്ലിയർ? അടുത്ത 19ൽ നിന്ന് അടുത്ത ടേം കിട്ടാൻ 19ൽ നിന്ന് 4 കൂട്ടുക, എത്ര കിട്ടി? 23, 23 കിട്ടി. ക്ലിയർ? സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ സക്സസീവ് ടേമുകൾ കണ്ടുപിടിക്കുന്നത്. ഇനി കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാനോ? കോമൺ ഡിഫറൻസിന്റെ കാര്യത്തിൽ സക്സസീവ് ടേമിൽ നിന്ന് എന്ത് കുറയ്ക്കുക? പ്രിസീഡിംഗ് ടേം കുറയ്ക്കുക. ഇപ്പൊ 15ൽ നിന്ന് എന്ത് കുറയ്ക്കുക? 11 കുറയ്ക്കുക. അപ്പൊ എത്ര കിട്ടി? 4. അല്ലെങ്കിൽ 7ൽ നിന്ന് 3 കുറയ്ക്കുക, അപ്പോഴും എന്ത് കിട്ടുന്നു? 4. അല്ലെങ്കിൽ 23ൽ നിന്ന് 19 കുറയ്ക്കുക, എത്ര കിട്ടുന്നു? 4. സോ ഈ കിട്ടിയതെല്ലാം എന്ത് തന്നെയാണ്? ദീസ് ആർ ഓൾ കോൾഡ് ബൈ ദ നെയിം കോമൺ ഡിഫറൻസ്. ഇതിനെല്ലാം വിളിക്കുന്ന പേര് കോമൺ ഡിഫറൻസ് എന്നാണ്. ക്ലിയർ? ഇനി കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കൺസിക്യൂട്ടീവ് ടേംസ് ഇസ് കോൺസ്റ്റന്റ് ഓർ ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ വാട്ട്? ഡി. ക്ലിയർ? അപ്പോൾ പോസിറ്റീവ് കോമൺ ഡിഫറൻസും ഉണ്ടാവാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ 2, അതുപോലെ 10, അതുപോലെ 18, അതുപോലെ 26. ഇവിടെ പോസിറ്റീവ് കോമൺ ഡിഫറൻസ് ആണ്. എന്തുകൊണ്ടാണ് ഇവിടെ പോസിറ്റീവ് കോമൺ ഡിഫറൻസ് എന്ന് പറയാനുള്ള കാരണം? ഇവിടെ എല്ലാം 8 വെച്ച് കൂടുകയാണ് ചെയ്യുന്നത് അല്ലെ, 8 വെച്ച് കൂടുന്നു. നെഗറ്റീവ് കോമൺ ഡിഫറൻസ് വരുന്നത് എപ്പോഴാണ്? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ എഴുതുന്നു 20, അതുപോലെ 15, അതുപോലെ 10,
5 0. ഇവിടെ എന്ത് സംഭവിക്കുന്നത്? 5 കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? 5 കുറയ്ക്കുക അല്ലെങ്കിൽ കുറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നെഗറ്റീവ് കോമൺ ഡിഫറൻസ്. അവിടെ എന്തായിരിക്കും വരുന്നത്? നെഗറ്റീവ് കോമൺ ഡിഫറൻസ്. ഇനി 0 കോമൺ ഡിഫറൻസ് വരുന്നത് എപ്പോഴാണ്? ഒരേ നമ്പറുകൾ വരുമ്പോൾ. ഇപ്പൊ 4 4 4 4 ഇങ്ങനെ ഞാൻ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കൂടുന്നില്ല. അതായത് 0 തന്നെയാണ് കൂടുന്നത് അല്ലേ? അപ്പൊ കൂടുന്നില്ല കുറയുന്നില്ല. അതിന്റെ അർത്ഥം 0 വെച്ചിട്ടാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടുത്തെ കോമൺ ഡിഫറൻസ് 0. അപ്പം കോമൺ ഡിഫറൻസ് പല ടൈപ്പിലുണ്ട്. പോസിറ്റീവ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്, 0 കോമൺ ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് കോമൺ ഡിഫറൻസുകളെ പറയാനായിട്ട്, ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത ചോദ്യം, റൈറ്റ് ദ നെക്സ്റ്റ് 3 ടേംസ് ഇൻ ദ ലിസ്റ്റ്. 14 21 28 35. അപ്പൊ 14 21 അതുപോലെ 28 35 ആണെങ്കിൽ ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. എന്ത് കണ്ടുപിടിക്കുക? കോമൺ ഡിഫറൻസ്. സോ ദ കോമൺ ഡിഫറൻസ് ഇസ് നത്തിങ് ബട്ട്, ഇപ്പൊ 14ഉം 21 ആയതുകൊണ്ട് അത് രണ്ടും കുറയ്ക്കുക. 21 മൈനസ് 14 എത്ര കിട്ടി? 7 എന്ന് കിട്ടി. അപ്പൊ 7 കിട്ടിക്കഴിഞ്ഞാൽ ആ 7 വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ടേം കണ്ടുപിടിക്കാം. അപ്പൊ 35 ആണ് ലാസ്റ്റ് ടേം എങ്കിൽ അടുത്ത ടേം കണ്ടുപിടിക്കാൻ 35 പ്ലസ് 7 എത്രയാ? 42. അടുത്ത ടേം കണ്ടുപിടിക്കാൻ 42 പ്ലസ് 7 എത്രയാണ്? 49. അടുത്ത ടേം കണ്ടുപിടിക്കാൻ 49 പ്ലസ് 7 എത്രയാണ്? 56. So this is what is the common difference, or this is what is the next 3 terms in the list. Clear? ഇതാണ് 42 49 56. അടുത്തത് ഇവിടെ അടുത്തതിൽ 3 ടേം കണ്ടുപിടിക്കാൻ 62 56 50 44. അതായത് ഫസ്റ്റ് ടേം A1 എന്ന് പറയുന്നത് 62, രണ്ടാമത്തെ ടേം A2 എന്ന് പറയുന്നത് 56. സോ കോമൺ ഡിഫറൻസ് D എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും കൂടെ കുറയ്ക്കുക. A2ഉം A1ഉം കുറയ്ക്കുക. 56ഉം 62ഉം കുറയ്ക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഇവിടെ മൈനസ് ആണ്, നെഗറ്റീവ് കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ -6 ആണ്. അപ്പൊ 44 ആണ് ഇപ്പോൾ ഉള്ള ലാസ്റ്റ് നമ്പർ എങ്കിൽ അടുത്ത 3 ടേം കണ്ടുപിടിക്കാൻ എന്താണ്? 44ൽ നിന്ന് 6 കുറയ്ക്കുക. എത്രയാ? 38. അടുത്തത് കണ്ടുപിടിക്കാൻ 38ൽ നിന്ന് 6 കുറയ്ക്കുക. 32. അടുത്ത 32ൽ നിന്ന് 6 കുറയ്ക്കുക. 26. സോ ഇതായിരിക്കും ഇവിടത്തെ 3 ടേമുകൾ. ക്ലിയർ? നെക്സ്റ്റ് വൺ, റൈറ്റ് എ സീക്വൻസ് കണ്ടെയ്നിങ് 5 ടേംസ് വിച്ച് ആർ പവേഴ്സ് ഓഫ് 2. 5 ടേംസ് പവേഴ്സ് ഓഫ് 2 ആയിട്ടുള്ള. അപ്പൊ അതെങ്ങനെ എഴുതാം? 2 raised to 0 1, 2 raised to 1 എത്രയാണ്? 2, 2 raised to 3, സോറി 2 raised to 2 എത്രയാ? 4, 2 raised to 3 അഥവാ 8, 2 raised to 4 അഥവാ 16. അപ്പോൾ ഇത് ഇത്രയും എന്താണ്? ആദ്യത്തെ 5 പവറുകളാണ് ഇതിന്റെ 2ന്റെ. ചെക്ക് വെദർ ദ സീക്വൻസ് ഇൻ പാർട്ട് എ ഫോംസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് 1 2 4 8 16. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോക്കിക്കേ. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആവണമെങ്കിൽ ആദ്യം ഇത് തമ്മിലുള്ള ഡിഫറൻസ് 1 ഉം 2 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 1. അടുത്ത 2ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? 2 ആണ്. 4 8 തമ്മിലുള്ള വ്യത്യാസം 4, 8ഉം 16ഉം തമ്മിലുള്ള വ്യത്യാസം 8. അപ്പൊ ഇതിനർത്ഥം ഇവിടെ സെയിം ആണോ ഈ ഡിഫറൻസ്? അല്ല. കോമൺ ഡിഫറൻസ് ഉണ്ടോ? ഇവിടെ ഡിഫറൻസ് കോമൺ ആണെന്നോ പറയാൻ പറ്റുമോ? ഇല്ല, കോമൺ ഡിഫറൻസ് ഇല്ല. ഇവിടുത്തെ ഡിഫറൻസ് മാറി തിരിഞ്ഞിരിക്കുക. അപ്പൊ കോമൺ ഡിഫറൻസ് ഇല്ലാത്ത സ്ഥിതിക്ക് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? നോ, ഇറ്റ് ഇസ് നോട്ട് an arithmetic sequence. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ക്ലിയർ? ചോദ്യം ഇതാണ്. എ കാർ വാസ് ട്രാവലിംഗ് ഇൻ എ സ്ട്രെയിറ്റ് പാത്ത് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് അറ്റ് 50 km/h. On applying constant force in the opposite direction, the speed of the car is decreased every hour by 2 km/h. What is the sequence of speeds you observe for the above situation? Is it forming an arithmetic sequence? If yes, find the common difference. അതായത് ഒരു കാർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഈസ്റ്റ് വെസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ആണ് അപ്ലൈ ചെയ്യുന്നത്. അതായത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് കാർ പോകുന്നത് ഇങ്ങനെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഫോഴ്സ് അപ്ലൈ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എന്താ? ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഈ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സ്പീഡ് കുറയും. നമ്മളിപ്പോ കാറിലോ സൈക്കിളിലോ ബൈക്കിലോ ബ്രേക്ക് എന്തിലും ബ്രേക്ക് അപ്ലൈ ചെയ്താലും സ്പീഡ് അവിടെ കുറയണം. അപ്പൊ ഇവിടെ ആദ്യത്തെ പൊക്കിക്കൊണ്ടിരുന്ന സ്പീഡ് 50 km/h ആണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ 50 km/h വെച്ച് നോക്കുമ്പോൾ ആദ്യം 50 km/h, അടുത്ത ഓരോ മണിക്കൂർ കഴിയുമ്പോൾ 2 km/h വെച്ച് കുറയുക. അപ്പോൾ ആദ്യത്തെ 50 കഴിഞ്ഞാൽ അടുത്ത എന്താണ്? കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എത്ര കിട്ടുന്നു? 50 - 2 48. അടുത്തത് 48ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 46. അടുത്ത സമയം അടുത്ത 46ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്രയാണ്? 44. അപ്പോൾ ഇതേപോലെ നമുക്ക് ഓരോ മണിക്കൂറിലെയും സ്പീഡ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. എത്രയാ ഇപ്പൊ നമുക്ക് കിട്ടി? അതായത് 50 km/hൽ നിന്ന് അതെന്തൊക്കെയായി മാറി? 48 ആയി, പിന്നീട് 46 ആയി, പിന്നീട് അത് 44 km/h ആയി കുറഞ്ഞു വന്നു. വാട്ട് ഇസ് ദ സീക്വൻസ് ഓഫ് സ്പീഡ്സ്? ആ സീക്വൻസ് നമ്മൾ എഴുതി. ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണോ നോക്കാം. അരിത്തമെറ്റിക് സീക്വൻസ് ആവാനായിട്ട് ആദ്യം നമ്മൾ 50 48 46 44 എന്നൊക്കെ എഴുതി ഞാൻ ഇവിടെ ഇട്ടു. ജസ്റ്റ് ഒന്ന് ഓരോന്നും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക.
ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് 48ഉം 50യും കൂടെ കുറച്ചാൽ എത്രയാണ്? -2. അതായത് 2 കുറയുന്നു. അടുത്ത 46ഉം 48ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാ? അവിടെയും 2 കുറയുന്നു. ഓക്കെ. അടുത്ത 44ഉം 46ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അവിടെയും 2 കുറയുന്നു. അങ്ങനെ 2 കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അല്ലെ? കുറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ അർത്ഥം അത് നെഗറ്റീവ് കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണെന്ന് എഴുതാം? വെറും 2 അല്ല, -2 ആണ്. പിന്നീട് കോമൺ ഡിഫറൻസ് ഉള്ളത് കൊണ്ട് ഇതിനെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് വിളിക്കാവോ? യെസ്, ഇതിനെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാൻ സാധിക്കും. ക്ലിയർ? സോ ദിസ് ഇസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ദ കോമൺ ഡിഫറൻസ് ഹിയർ ഇസ് നത്തിങ് ബട്ട് -2. അടുത്ത ചോദ്യം ഇതാണ്. ദ ആൽജിബ്രൈക് എക്സ്പ്രഷൻ ഓഫ് എ സീക്വൻസ് ഇസ് ഗിവൺ ബൈ 2n⁻³ - 4n + 2. ചെക്ക് വെദർ ഇറ്റ് ഇസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അപ്പൊ എന്താണ് ഇവിടുത്തെ ആൽജിബ്രൈക് എക്സ്പ്രഷൻ? 2n³ - 4n + 2. അപ്പൊ ആദ്യം നമുക്ക് n-ന് എന്ത് ഇട്ട് കൊടുക്കാം? 1 ഇട്ട് കൊടുക്കാം. സോ 2 × 1⁻³ - 4 × 1 + 2. അതായത് എത്ര കിട്ടും? 2 - 4 + 2 അഥവാ -2 + 2 എത്ര കിട്ടും? 0. അടുത്തത് n-ന് നമുക്ക് എന്തിടാം? 2 ഇടാം. n-ന് 2 ഇടുമ്പോൾ എന്ത് സംഭവിക്കും? 2 × 2⁻³ - 4 × 2 + 2. അതായത് 2⁻³ 16, സോറി 8, 8 × 2 16, 16 - 8 + 2 എത്ര കിട്ടും? 8 + 2 10. സോ ദിസ് ഇസ് വാട്ട് യു ഗെറ്റ്. അടുത്തത് n-ന് 3 ഇടുമ്പോൾ എന്ത് സംഭവിക്കും? n-ന് 3 ഇടുമ്പോൾ 2 × 3⁻³ - 4 × 3 + 2. So that gives 3⁻³ എത്രയാ? 27. 27 × 2 എത്രയാ? 54 - 12 + 2. So that is 54 - 10, that is 44. ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പൊ എനിക്ക് ആദ്യം കിട്ടി 0, പിന്നെ കിട്ടി 10, പിന്നെ കിട്ടി 44. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ? 10 - 0 10 അല്ലേ? യെസ്. അടുത്ത് ഇവിടുത്തെ എന്താണ്? 45 - 10 എത്രയാ? 34 അല്ലേ? യെസ്. അപ്പോ ഇത് കോമൺ ആയിട്ടാണോ മാറുന്നത് ഈ ഡിഫറൻസ്? അല്ല. ഒന്ന് 10, പിന്നെ 34 അങ്ങനെ മാറിയും തിരിഞ്ഞു കൂടുന്നത്. അതിന്റെ അർത്ഥം ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അല്ല. സോ ദിസ് ഇസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ദിസ് ഇസ് നോട്ട് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ക്ലിയർ? ഇത് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണ് എന്ന് പറയാൻ സാധിക്കില്ല. ഓക്കെ. അടുത്തത് the terms in two positions of an arithmetic sequence is given below. Write the first 5 terms of each. Second term തന്നിട്ടുണ്ട് 5 ആണെന്ന്, ഫിഫ്ത്ത് ടേം തന്നിട്ടുണ്ട് 2 ആണെന്ന്. അപ്പൊ ഞാൻ സെക്കൻഡ് ടേം, ആദ്യത്തെ ടേം ബ്ലാങ്ക് ആയിട്ട് ഇടുന്നു. സെക്കൻഡ് ടേം എത്രയാ? 5. അടുത്തത് തേർഡ് ടേം ബ്ലാങ്ക, ഫോർത്ത് ടേം ബ്ലാങ്ക, ഫിഫ്ത്ത് ടേം എത്രയാ? 2 ആണ്. ഓക്കെ. അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നതാണ് റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ഈച്ച്. ഓക്കെ. അപ്പോൾ നോക്കി, ഇവിടെ 5, ഇവിടെ എന്തൊക്കെ വന്നാലാണ് ഇവിടെ 2 ആവുന്നത്? അത് ക്ലിയർ ആയിട്ട് നമുക്ക് പെട്ടെന്ന് പറയാൻ സാധിക്കും. എന്താണ്? ഇവിടെ എന്ത് വന്നാൽ മാത്രം മതി? ഇവിടെ 4, ഇവിടെ 3, ഇവിടെ എന്താണ്? 6. അപ്പൊ ഇവിടുത്തെ സീക്വൻസ് എത്രയാണെന്ന് കിട്ടി? 6, 5, 4, 3, 2 അല്ലേ? സിമ്പിൾ ആയിട്ട് നമുക്കത് പറഞ്ഞൂടെ? ക്ലിയർ? സിമ്പിൾ? യെസ്. അടുത്തതിൽ മൂന്നാമത്തെ ടേം 2ഉം അഞ്ചാമത്തെ ടേം 3 ആണ്. അപ്പൊ മൂന്നാമത്തെ ടേം ആയതുകൊണ്ട് ആദ്യത്തെയും രണ്ടാമത്തെയും ഞാൻ ബ്ലാങ്ക് ആക്കി. മൂന്നാമത്തെ ടേം 2 ആണ്. അടുത്തത് നാലാമത്തെ ടേമിൽ ഒന്നുമില്ല. അഞ്ചാമത്തെ ടേം എന്താണ്? അഞ്ചാമത്തെ ടേം 3 ആണ്. അപ്പൊ ഇവിടെ ബാക്കിയുള്ള ടേമുകൾ എന്തൊക്കെയായിരിക്കും? ഇവിടെ 2ഉം 3നും ഇടയ്ക്ക് എന്ത് വരണം? 2.5 വന്നാൽ പോരെ? കാരണം 2നും 3നും ഇടയ്ക്ക് കറക്റ്റ് നടുക്ക് വരുന്നത് 2.5. അപ്പൊ ഇവിടെ എത്ര വെച്ചാ കൂടുന്നേ? ഇവിടെ എത്ര? 0.5 വെച്ചാ കൂടുന്നത്. അപ്പൊ 2ന് മുന്നേ 0.5 വെച്ച് കൂടാൻ സാധ്യതയുള്ളത് 1.5. പിന്നെ എത്രയാണ്? 1. അപ്പൊ ഇവിടുത്തെ സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1, 1.5, 2, 2.5, 3. ക്ലിയർ? സോ ഇതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന അരിത്മെറ്റിക് സീക്വൻസ്. ഈ സെഷനിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തു, ഒരുപാട് പ്രോബ്ലംസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലംസ് എല്ലാം ഒന്നുകൂടെ നിങ്ങൾ ചെയ്തു നോക്കുക. Manorama Horizon. Learning made simple.